ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് നരിവേട്ട. പ്രമാദമായ മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി അബിൻ ജോസഫ് തിരക്കഥെഴുതിയ ഈ സിനിമയിൽ തമിഴ് നടൻ ചരൺ, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലിം എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 3,38 ലക്ഷം രൂപയായിരുന്നു. ചിത്രത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച കനത്ത പേമാരിക്കിടയിലും ഈ സിനിമ വളരെ മികച്ച കളക്ഷനാണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 2,20 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 5.5 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ചയിലെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ 3.5 കോടിക്ക് മുകളിലാണ്. നരിവേട്ട വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ UAE കളക്ഷനായി മാത്രം കളക്ട് ചെയ്തത് $1,69,000 ആയിരുന്നു. അതായത് 1,44,00,000 രൂപ. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ UK, അയർലൻഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആദ്യ 2 ദിവസം കൊണ്ട് 42 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ UAE, അയർലൻഡ്, UK എന്നിങ്ങനെ 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി 2 കോടിക്ക് അടുത്ത് 2 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 7 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. 3-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷൻ 4 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 11 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. മെയ് 23 വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച ഹോൾഡ് നിലർത്തി മുന്നേറുന്ന മറ്റൊരു മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇന്ദ്രനീൽ, ഗോപി കൃഷ്ണൻ, രാഹുൽ ജി എന്നിങ്ങനെ 2 പേർ ചേർന്ന് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, കോട്ടയം നസീർ, റോണി ഡേവിഡ്, സീമാജി നായർ, ആനന്ദ് ബാൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് 1,10,00,000 രൂപയായിരുന്നു. 3-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 75-80 ലക്ഷം റേഞ്ചിൽ കേരള കളക്ഷൻ നേടാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 1,90,00,000 റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 3.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് 23 വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമയാണ് ആസാദി. സാഗറിന്റെ തിരക്കഥയിൽ ജിയോ ജോർജ് സംവിധാനം ചെയ്ത് സൈജു കുറുപ്പ്, ശ്രീനാഥ് ബാസി, രവീന രവി, വാണി വിശ്വനാഥ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആദ്യ 2 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 23 ലക്ഷം രൂപയാണ്. 3-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 12 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് ആസാദി എന്ന സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 35 ലക്ഷത്തോളമാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന തുടരും എന്ന സിനിമയുടെ 5-ാമത്തെ ഞായറാഴ്ച കൂടിയായ 31-ാം ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. 30-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 115,72 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 30 ദിവസത്തെ കേരള കളക്ഷൻ. അതേസമയം 31-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,10,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 31 ദിവസത്തെ കേരള കളക്ഷനായി 116,80,00,000 റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ 31 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 229-230 കോടി റേഞ്ചിലാണ്. ദിലീപ് നായകനായി നവാഗതനായ ബിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത് മെയ് 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറുന്ന മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപിന്റെ 150-ാം സിനിമ കൂടിയായ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, ഉർവശി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. 3-ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 15 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 13,02,00,000 രൂപയായിരുന്നു. 16-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 51 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ 16 ദിവസത്തെ റിയൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 13,53,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 16 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 92 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 16 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി 14,45,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ 16 ദിവസത്തെ GCC ഓവർസീസ് കളക്ഷൻ 5,65,00,000 രൂപയുമാണ്. അങ്ങനെ ആദ്യ 16 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 20,10,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. 17-ാം ദിവസം കൂടിയായ 3-ാമത്തെ ഞായറാഴ്ചയായി ഇന്നും ഈ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ വർധനമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ 70 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 17 ദിവസം കൊണ്ട് 14,25,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ 17 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 21 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നവാഗതനായ മനു സ്വരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പടക്കളം. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 17 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗൾഫ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ യൂറോപ്പ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമില്ല. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ആദ്യ 17 ദിവസത്തെ കേരള കളക്ഷൻ 9,42,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 52 ലക്ഷം രൂപയാണ് ഈ സിനിമ 17 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് കളക്ഷനായി 2,91,00,000 രൂപയും സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 12,85,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 14 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 18-ാം ദിവസവും 3-ാമത്തെ ഞായറാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 65 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.